ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ബൊണീക്ക അല്ല കേട്ടോ, ബൊണീക്ക അമ്പലപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. തവള, പിന്നെ ടയറ്, അതിന് താഴെ രണ്ട് കാല്. അത് ഈ ബ്രെയിൻ റോട്ടിൻ്റെ കൂട്ടത്തിലുള്ള കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ. 4 മിനിറ്റുള്ള വീഡിയോ ആണ്. ബാലൻസ് നാളെ കേട്ടോ, ബാക്കി നാളെ ഉണ്ടാവും. അപ്പോൾ ബാക്കി നാളെയും കാണണം. അതിൽ പിന്നെ അമ്മിണിയുടെ അച്ഛൻ, കിങ്ങിണി, കുട്ടുമോൻ, ഇവരെല്ലാവരും ഉണ്ടായിരിക്കും ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ. ഇതിപ്പോ തവളയുടെ അർച്ച തന്നെയാണ് നാട്ടാ കൊതി. വറുത്ത് പൊരിച്ചു വെച്ചേക്കുമായിരുന്നു. കൊതി സഹിക്കാൻ വേറെ ഞങ്ങൾക്ക് ആ പുള്ളിയോട് വാങ്ങിച്ച് തിന്നാന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, അങ്കിളിനെ കൊണ്ട് പിടിപ്പിക്കാന്ന് വിചാരിച്ചു. അമ്മണിയാ പറഞ്ഞത് അങ്കിളിനെ കൊണ്ട് തവളയെ പിടിപ്പിക്കാന്ന്. തവളയൊന്നും പിടിച്ച് എനിക്ക് ശീലമൊന്നുമില്ല. ഈ അമ്മണി ഇതുപോലെ നേരത്തെ എനിക്ക് തവള വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണത്തിനെ പിടിച്ചു കൊടുത്ത്. അതെങ്ങനെയാണോ അബദ്ധത്തിനെ കണ്ട് കിട്ടിയതാ. അല്ലാതെ ഇപ്പൊ എനിക്കറിയത്തില്ല കിട്ടുമല്ലേ എന്നുള്ളതൊന്നും. വാ, എന്തായാലും നമുക്ക് കണ്ടെത്തി പോയി നോക്കാം. അയ്യോ, ഈ കണ്ടത്തിലല്ലായിരുന്നു അന്ന് അമ്മണി അമ്മയെ കൊണ്ടാണെങ്കിൽ തവളയെ പിടിക്കാൻ വേണ്ടിട്ട് വന്നത്. അന്ന് ഏറ്റവും പണി കിട്ടിയത് അവക്കിട്ട്. യക്ഷി ഉണ്ടായിരുന്നല്ലോ, യക്ഷി അവളെ പിടിച്ച് പിന്നെ പറയണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാം അറിഞ്ഞതല്ലേ സംഭവം? ഏയ്, ഇപ്പൊ യക്ഷിയൊന്നും ഇല്ല. അന്ന് നമ്മൾ ആ പാലൊക്കെ വെട്ടി കളഞ്ഞില്ലേ, യക്ഷി പാല. ഇനിയിപ്പോ എന്തിനാ മേടിക്കുന്നേ? ചാടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഒന്ന് പിടിക്കാൻ ട്രൈ ചെയ്യട്ടെ. അയ്യോ, ഇത് എന്തൊരു തവളയത്? ഇത്ര വലിയ വലിപ്പമുള്ള തവളയോ? ഈ തവള പോട്ടെ പിള്ളേരെ, വേറെ വല്ല തവള വരട്ടെ. ഓ, പിടിക്കാം പിള്ളേരൊന്നും മിണ്ടാരി ഇവിടെ. എന്റെ പൊന്നോ, പേടിയാവുന്നു. ഇത് കയറി മാന്തുവോ? എന്നാലും കയ്യിലെ നാക്കമൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. വേണ്ട, ഞാൻ തന്നെ പിടിക്കാം. അയ്യോ, തവള ചാടിപ്പോയി. അതോ അവിടെ ഇരിപ്പുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, നിങ്ങൾ അതിന് ബെറ്റ് ചെയ്യാൻ തയ്യാറാണ്? ഞാൻ ആ തവളെ പിടിച്ചിട്ടേ ഉള്ളൂ. 1 ലക്ഷം രൂപ ബെറ്റ്. അച്ഛനെ തവളെ പിടിക്കാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും. തവളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് 1 ലക്ഷം. എന്തോ 1 ലക്ഷം രൂപയോ? അയ്യോ, ഞാനില്ലേ ബെറ്റിന്. കണ്ട് ചേച്ചി അവിടെ പിന്നെ ചാടി അങ്ങ് പോയി. ബെറ്റ് വെച്ചാൽ 1 ലക്ഷം രൂപ കൊണ്ട് പോയിരുന്നു തവളയ്ക്ക് പോരും. വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഈ വശത്തോട്ടാ പോയത്. പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ നോക്കിട്ട്. ആ ഭാഗത്തകനുണ്ടോ? ഇനി ആ കാട്ടിനകത്തകനും. ഈ ചന്ദ്രചേട്ടന്റെ പറമ്പ, ഇങ്ങോട്ട് കയറില്ലേ? പന്നിപ്പടക്കം വെച്ചിട്ടുള്ള സ്ഥലമല്ലേ ഇത്? പന്നിപ്പടക്കമൊക്കെ അന്നേ എടുത്ത് മാറ്റി. ഓ, അന്നത്തോടാണെങ്കിലേ ചന്ദ്രചേട്ടൻ ഈ പടക്കം എല്ലാം മാറ്റിന്നേ. അയ്യോ, അതാരത്? അയ്യോ, മനുഷ്യനാണോ അതോ വണ്ടിയാണോ അതോ തവളയോ? എന്ത് സാധനം? എന്നെ പിടിക്കാൻ വേണ്ടിട്ട് വന്നോ നിങ്ങള്? പൊക്കോ, ഞാൻ ഇപ്പൊ തന്നെ ഉരുണ്ടങ്ങ് വന്നേക്കാം. എടി അമ്മ ഇങ്ങോട്ട് മാറി. ഇത് റെയിൽവേ ട്രാക്കാ. എടി അമ്മ നിൽക്കാനോ? റെയിൽവേ ട്രാക്കിൽ കൂടെ നീ നടക്കാതെ ട്രെയിൻ എപ്പോഴാ വരുന്ന അറിയത്തില്ല. അല്ല, ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റും. ട്രെയിൻ വന്നാ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ട് വലിഞ്ഞു കയറി, ഞാൻ വരാം. ശരി, ഞാൻ ധൈര്യം സംഭരിച്ചോട്ടെ. അയ്യോ, ട്രെയിൻ വരപ്പെടുന്നത് ഞാൻ വരുന്ന അങ്ങോട്ട്. വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തല്ലോ? എല്ലാവരും ഫുള്ള് കണ്ടില്ലേ? ബാലൻസിന് നാളെ ഉണ്ട് കേട്ടോ, അതും കാണാൻ മറക്കല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.